കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ മാന്യ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. സൂര്യനും പരിചയമായ ദൈവം, ഇരുട്ടിലും വെളിച്ചമുദിപ്പിക്കുന്നവൻ, സമുദ്രത്തിൻ്റെ അറ്റത്ത് നിന്ന് പാർത്താലും ആർക്കും ഇറങ്ങി വരാൻ പറ്റാത്ത ഇടത്ത് ഇറങ്ങി വരുന്നവൻ, ആരും സംസാരിക്കാതില്ലാതെ ഭാരപ്പെടുമ്പോഴും ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഒരു ദിവസമൊന്നല്ല, ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ ഒരുവൻ മാത്രമേ ഉള്ളൂ. മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ ഭയപ്പെടേണ്ട. ആയിരിക്കുന്ന അവസ്ഥയിൽ എന്ത് ചെയ്യണം? ഇതിനൊരു പരിഹാരം വരുമോ? ചേഞ്ച് വരുമോ? നാളുകൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് മറുപടി കാണുന്നില്ലല്ലോ എന്ന് നിരാശപ്പെടാതെ, ദാവീദിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. മതിൽ മുമ്പിലുണ്ട്. വലിയ പ്രതിസന്ധികളാണ്, വൈതരണികളാണ്. പക്ഷേ അഭിഷേകമുള്ളവൻ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ സകല പ്രതികൂലങ്ങളെയും ചാടിക്കടന്ന് അപ്പുറത്തെത്തുമ്പോൾ ഈ മതിൽ പുറകിലാകിയ നിന്നെ വിടത്തില്ലെന്നും നിൻ്റെ കുടുംബത്തെ, തലമുറകളെ, സന്തോഷത്തെയൊക്കെ, സമാധാനത്തെ കെടുത്തിക്കളയുന്ന സകല മതിലുകളും ചാടിക്കടക്കാൻ കഴിയുന്ന ഒരഭിഷേകം ഈ പകൽ നമ്മുടെ അകത്ത് അവിടുത്തെ ആത്മാവ് വെളിപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ശക്തമായി വെല്ലുവിളിച്ച പടക്കൂട്ടങ്ങളുണ്ട്, അല്ലേ? എലാം താഴ്വരയിൽ ഇസ്രായേൽ ജനത്തിനെതിരെ ഫിലിസ്തീൻ ശക്തികൾ 40 ദിവസം വെല്ലുവിളിച്ചപ്പോഴും അഭിഷേകമുള്ളവൻ ആത്മാവിൽ ആ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെന്ന് അതുവരെ വെല്ലുവിളിച്ച ശക്തിയെ യഹോവയുടെ നാമത്തിൻ്റെ ശക്തിയാൽ കീഴ്പ്പെടുത്തിയെങ്കിൽ 39 ദിവസം പലരും പരാജയപ്പെട്ടിടത്ത് അഭിഷേകമുള്ള ഒരുവൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഏത് അന്ധകാര മണ്ഡലങ്ങളെയും ജയിക്കാൻ ദൈവം നമുക്ക് കൃപ നൽകും, ശക്തി നൽകും, ബലം നൽകുമെന്ന് വിശ്വസിക്കുന്നവർ ആത്മാവിൽ ഈ ദൂതേറ്റെടുത്ത് സ്തോത്രം ചെയ്യട്ടെ. നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി, അതിൻ്റെ ആഴങ്ങൾ പ്രിയ സഹോദരങ്ങളെ മനസ്സിലാക്കുമെങ്കിൽ തളർന്നു പോകാനോ, നശിച്ചു പോകാനോ, ശൂന്യമാക്കപ്പെടാനോ എൻ്റെ ദൈവം അനുവദിക്കില്ല. ദൈവം ഇറങ്ങി വരും, യഥാസ്ഥാനപ്പെടുത്തും, വിഷയങ്ങളുടെ മേൽ അത്ഭുതം ചെയ്യും, നീതിയും ന്യായവും നടത്തി നമ്മളെ പരിപാലിക്കുന്ന ആ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തരായിരിക്കാൻ തയ്യാറാക്കും. ധൈര്യത്തോടെ പറയണം, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ള പ്രഖ്യാപനം ചെയ്യാൻ തയ്യാറാക്കുമെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും. വേഗത്തിൽ അവിടുന്ന് പ്രതിക്രിയ നടത്തി തൻ്റെ ഭക്തന്മാരെ രക്ഷിക്കും, നിങ്ങളുടെ കുടുംബത്തെ വിടുവിക്കും. നിങ്ങൾ ആത്മാവിൽ ശക്തരായി പ്രാർത്ഥിക്കണം, ദൈവവചനം ധ്യാനിക്കണം, പ്രാർത്ഥനയിൽ ഉച്ചരിക്കണം, ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കണം, അവിടുത്തെ വരവിന് വേണ്ടി ഒരുങ്ങാൻ തയ്യാറാവണം. നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം നമ്മുടെ കർത്താവിൻ്റെ മടങ്ങി വരവാണ്. ഇവിടെ ഇനി എന്ത് നേടിയാലും ധൈര്യത്തോടെ പറയണം, ഞാനും എൻ്റെ കുടുംബം ഞങ്ങൾ യഹോവയെ സേവിക്കും, ഞങ്ങളുടെ കുടുംബം അവിടെ കാണും എന്ന് പറയാൻ നമുക്ക് ദൈവം ഇടയാക്കണം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിപ്പീൻ, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിപ്പീൻ, സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിപ്പീൻ. കർത്താവിൻ്റെ വരവ് വധുക്കളായിരിക്കുമ്പോൾ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ശക്തമായി പ്രഖ്യാപനം ചെയ്യാൻ ദൈവമക്കൾ തയ്യാറാകട്ടെ. 97-ാം സങ്കീർത്തനം 1-ാമത് വാക്യം. യഹോവ വാഴുന്നു, ഭൂമി ഘോഷിച്ചാനന്ദിക്കട്ടെ, ബഹുദ്വീപുകളും സന്തോഷിക്കട്ടെ. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, വാഴുന്ന ഒരുത്തനുണ്ട്.
സർവശക്തനായ ഒരു ദൈവമാണ്. എന്നാൽ ഇപ്പുറത്ത് അനേക വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാര മണ്ഡലങ്ങളുടെ തേർവാഴ്ചകൾ നമ്മുടെ കുടുംബങ്ങളെ, തലമുറകളെ നാളുകളായി പാപത്തിൻ്റെ ചില ശക്തികൾ, ശാപവും ഇരുളിൻ്റെ വ്യാപാരങ്ങളും വാണുകൊണ്ടിരിക്കുമ്പോൾ അതിനെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് യഹോവ നമ്മുടെ ഇടയിലൊന്ന് വാഴട്ടെ. ഈ പകൽ ധൈര്യത്തോടെ പറ, യഹോവ വാഴാൻ പോകുകയാണ്. ഞങ്ങളുടെ തലമുറകളിൽ, ഞങ്ങളുടെ ശരീരത്തിൽ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ, ഞങ്ങളുടെ മിനിസ്ട്രിയിൽ എത്ര പേർക്ക് പറയാൻ കഴിയും ഒരു ദുഷ്ടപിശാചും ഇനിയും വാഴാനിടയാവില്ല? സകല വാഴ്ചകളെയും അധികാരങ്ങളെയും ദുഷ്ടാത്മസേനകളെയും കാൽവറിയിൽ തകർത്ത് എറിഞ്ഞ് അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടിയെങ്കിൽ ഇന്ന് പകൽ പ്രിയരെ നമ്മളത് റിസീവ് ചെയ്യാൻ തയ്യാറാവണം. അത് നമ്മുടെ കുടുംബത്തിനകത്ത് യഹോവ വാഴട്ടെ, യേശു വാഴട്ടെ. യേശു വാണാൽ ആ വാഴ്ചയ്ക്കെതിരെ നിൽക്കാൻ ലോകത്തിലേതൊക്കെ സംവിധാനങ്ങളുണ്ടോ നമുക്കറിയാം. റോമാ ഗവൺമെൻറ്റും ഇമ്പീരിയൽ മുദ്രയുമൊക്കെ വാണ 3 ദിവസമുണ്ട്. പക്ഷേ പുനരുത്ഥാനത്തിൻ്റെ ശക്തി വ്യാപരിച്ചപ്പോൾ യേശുവിലേക്ക് സകല അന്ധകാര വാഴ്ചകളെയും തകർത്തെറിഞ്ഞതുപോലെ നിന്നെ പുറത്തു കൊണ്ടുവരത്തില്ല, പുറപ്പെടുവിക്കത്തില്ല, അടച്ചിടുമെന്ന് പറയുമ്പോൾ പുനരുത്ഥാനത്തിൻ്റെ ശക്തി വന്നാൽ, ആത്മാവിൻ്റെ പവർ വന്നാൽ സകല ദുഷ്ടൻ്റെ വാഴ്ചകളും നിങ്ങളുടെ കുടുംബത്തിനെതിരെയും ദൈവസഭയ്ക്കെതിരെയും നാളുകളായി നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കെതിരെയും വാണ് അതിനെ ഒതുക്കുന്ന മണ്ഡലങ്ങളെ പൊട്ടിച്ചെറിയുന്ന ഒരു സ്പിരിച്വൽ അതോറിറ്റി ഈ പകൽ വെളിപ്പെട്ടു വരാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കും. നമുക്കറിയാം മറ്റൊരു സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യഹോവ വാഴുന്നു, അവൻ മഹിമ ധരിച്ചിരിക്കുന്നു. യഹോവ ബലം കൊണ്ട് അരമുറുക്കിയിരിക്കുന്നു. യഹോവ വാഴുമ്പോൾ അതിൻ്റെ അടുത്ത് നോക്കൂ റിസൾട്ടുകൾ. യഹോവയെ പ്രവാഹങ്ങൾ ഉയർത്തുന്നു, പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നു, പ്രവാഹങ്ങൾ തിരമാലകളെ ഉയർത്തുന്നു. സമുദ്രത്തിലെ വൻതിരകളായ പെരുവെള്ളങ്ങളുടെ മുഴക്കത്തെക്കാളും ഉയരത്തിൽ യഹോവ. അപ്പോൾ സമുദ്രത്തിലെ തിരകളാഞ്ഞടിക്കുകയാണ്, പെരുവെള്ളങ്ങൾ ശക്തമായി ഒഴുകി വരികയാണ്. പക്ഷേ അതിൻ്റെ മീതെ വാഴുന്ന ഒരുവനുണ്ട്, ഒഴുക്കിക്കളയാൻ വരുന്ന, നിന്നെ അസ്ഥിരപ്പെടുത്തുന്ന, നിൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കുന്ന, നിൻ്റെ ശരീരത്തിനെതിരെ വെല്ലുവിളിക്കുന്ന സകല വാഴ്ചകളുടെ മേലും ഉയരത്തിലെ ശബ്ദം ഈ പകൽ പുറപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ ആമൻ പറഞ്ഞ് ഈ ദൂതേറ്റെടുക്കട്ടെ. ഇനിയും ഒരു ദുഷ്ടപിശാചും എൻ്റെ മിനിസ്ട്രിയിലോ, എൻ്റെ കുടുംബജീവിതത്തിലോ, എൻ്റെ തലമുറകളിലോ, എൻ്റെ ഔദ്യോഗിക മേഖലകളിലോ വാഴത്തില്ല. കാരണം സകല വാഴ്ചകളുടെ മേലും അധികാരങ്ങളുടെ മേലും നമുക്കറിയാം ഈവിൽ സ്പിരിറ്റിൻ്റെ സകല ഫോഴ്സുകളുടെ മേലും എൻ്റെ കർത്താവ് വാണിരിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം. നാളുകൾക്ക് മുമ്പ് പാപത്താൽ പിശാച് തൻ്റെ ജനത്തിൻ്റെ അവകാശത്തെ പിടിച്ചെടുത്തെങ്കിൽ കൽവറി കൊലക്കളത്തിലൂടെ പൈശാചിക മേഖലകളുടെ സകല സംവിധാനങ്ങളെയും ആയുധവർഗം വെപ്പിച്ച അവരെ പരസ്യ കാഴ്ചയാക്കി മാറ്റിയെങ്കിൽ ഈ പകൽ ധൈര്യത്തോടെ പറ, എൻ്റെ ശരീരത്തിൽ ഒരു ദുഷ്ടശക്തിയും വാഴില്ല, പാപം വാഴില്ല, ശാപം വാഴില്ല, രോഗബാന്ധവങ്ങൾ വാഴില്ല, ബാധകൾ വാഴില്ല. എൻ്റെ കുടുംബത്തിനകത്ത് യേശു വാഴുകയാണ്. പരിശുദ്ധാത്മ ശക്തിയുടെ വ്യാപാരം വെളിപ്പെടുകയാണ്. ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറാകുമെങ്കിൽ ദൈവ വാഴ്ച നമ്മുടെ മേൽ വരികയാണ്. യേശുവിൻ്റെ നാമത്തിൽ യഹോവ വാഴുന്നു. കുറിവാക്യം മറന്നു പോകരുത്. വാണ് കഴിഞ്ഞാൽ ഭൂമി ഘോഷിച്ചാനന്ദിക്കുകയാണ്, ഭൂമിയിലുള്ളത് ആനന്ദിക്കുകയാണ്. നാളുകൾ നിങ്ങളുടെ ആനന്ദത്തെ, നിങ്ങളുടെ സന്തോഷത്തെ, നിങ്ങളുടെ ഹല്ലേലൂയ ഒരുമിച്ചുള്ള നിലനിൽപ്പിനെ അപകടത്തിലാക്കിയ ചില ദുഷ്ട വാഴ്ചകൾ ഈ പകൽ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം നിങ്ങൾക്ക് ജയം നൽകുമ്പോൾ നിങ്ങൾ ആനന്ദിക്കാൻ പോകുകയാണ്, നിങ്ങൾ സന്തോഷിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവ വാണാൽ തീ അവന് മുമ്പായി പുറപ്പെടുക. കേട്ടോ, അതിൻ്റെ 4-ാം വാക്യമൊക്കെ നിങ്ങളൊന്ന് വായിക്കണം. 3-4 ഒന്ന് വായിച്ചു നോക്കണമേ.
തീ അവന് മുമ്പായി പോകുന്നു, ചുറ്റുമുള്ള അവൻ്റെ വൈരികളെ ദഹിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ വിഷയത്തിൽ ഞാൻ എങ്ങനെ ജയം കൊണ്ടാടും, ഇവിടെ ഞാൻ പരാജയപ്പെടുമോ എന്ന് ചിന്തിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, യഹോവ നിങ്ങളുടെ കുടുംബത്തിൽ വാണാൽ ആ തീയായി അവൻ പുറപ്പെടും. ദഹിപ്പിക്കേണ്ടതിനെ ഉരുക്കേണ്ടതിനെ, നിങ്ങളുടെ ശരീരത്തിൽ ഉരുക്കേണ്ട വിഷയമാണോ, ബ്ലോക്കുകളാണോ, നിങ്ങളുടെ കുടുംബത്തെ തകർക്കുന്ന മണ്ഡലങ്ങളാണോ, അതിനെ ഉരുക്കാനും ദഹിപ്പിക്കാനും അപ്പോൾ തന്നെ നിങ്ങളെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരാനും പരിശുദ്ധാത്മാവ് ഇന്നു പകൽ പുറപ്പെടുക. യേശുവിൻ്റെ നാമത്തിൽ തീ അവന് മുമ്പായി പുറപ്പെട്ട് വൈരികളെ ദഹിപ്പിച്ച് കളയുമെങ്കിൽ ഇന്ന് പകൽ ധൈര്യത്തോടെ പറ, ആ കർത്താവ് ഞങ്ങളുടെ മേലൊന്ന് വാഴട്ടെ. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ കർത്താവിൻ്റെ ഒരു വാഴ്ച ഇന്ന് പകലുണ്ടാകും. നാളുകൾ അസ്ഥിരപ്പെടുത്തി പ്രാർത്ഥനയെ തടയുന്ന, ആരാധനയെ തടയുന്ന, നിങ്ങൾക്കുള്ള ദർശനത്തെ തടയുന്ന, മന്ദത കൊണ്ടുവരുന്ന, ബുദ്ധിമണ്ഡലത്തെ പോലും ബ്ലാങ്കാക്കി മാറ്റുന്ന സകല ദുഷ്ട വാഴ്ചകളുടെ മേലും ഇന്ന് പകൽ സ്വർഗം ജയം കൽപ്പിക്കുകയാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ദൂതേറ്റെടുക്കുമ്പോൾ ഈ വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ ഇപ്പോൾ തന്നെ പ്രവഹിക്കുകയാണ്. നാളുകളായി എന്ത് ചെയ്യണമെന്നറിയാതെ, ഏത് ഡിസിഷൻ എടുക്കണമെന്നറിയാതെ കുഴയുന്ന ചില ശക്തമായ വെല്ലുവിളികളെ കണ്ടിട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞ കർത്താവ് നിങ്ങളുടെ വിഷയത്തിന്മേൽ വാഴാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠ ആലോചനയ്ക്കായി സ്തോത്രം. യഹോവ വാഴുന്നു. ഘോഷിച്ചാനന്ദിക്കാൻ, ഉല്ലസിച്ച് അവനെ മഹത്വപ്പെടുത്താൻ അവിടുന്ന് ഞങ്ങളുടെ മേൽ ഇന്ന് പകൽ വാഴുന്നതിനായി സ്തോത്രം. ജനം വിടുവിക്കപ്പെടട്ടെ. ആത്മപകർച്ച ഈ ദൂത് കേൾക്കുന്നവർ മേൽ വരട്ടെ. പരിശുദ്ധാത്മാവിൽ അവർ ആനന്ദിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഒരു ദിവസം സന്തോഷിച്ചിട്ട് അടുത്ത ദിവസം അതിനേക്കാൾ കൂടുതൽ നിരാശയിലേക്ക് ജനത്തെ കടത്തിവിടുന്ന സകല വാഴ്ചകളും, സ്വസ്ഥതയെ കെടുത്തുന്ന സകല ദൂട്ടവാഴ്ചകളും ഈ പകൽ മാറിപ്പോയി. ജീവനുള്ള കർത്താവ്, ജീവിപ്പിക്കുന്ന കർത്താവ്, ബലം നൽകുന്ന കർത്താവ്, ചുറ്റുമുള്ള സകല ദൂഷ്ടശക്തികളെയും തകർത്ത് കളയാൻ കഴിവുള്ളവൻ ഞങ്ങളുടെ മേൽ ഇന്ന് പകൽ വാഴുന്നതിനായി സ്തോത്രം. തിരുമഹത്വം ഇന്ന് പകൽ അവിടുത്തെ ആത്മാവ് വെളിപ്പെടുത്തിയിരിക്കാൻ സ്തോത്രം. സകല മഹത്വവും അവിടുത്തെ പാദപീഠത്തിങ്കിൽ മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ നമുക്ക് വിളിച്ചു പറയാം, യഹോവ ഞങ്ങൾ വാഴുന്നു. കർത്താവ് യേശു ക്രിസ്തു ഞങ്ങളുടെ കുടുംബത്തിൽ വാഴുന്നു. ദുഷ്ടൻ്റെ ഒരു വാഴ്ചയ്ക്കും ഇനി ഞങ്ങളുടെ മേൽ അവകാശമില്ല. കൽവറിയിലൂടെ അവിടുന്ന് അത് സ്വായത്തമാക്കി തന്നെങ്കിൽ ഇന്ന് പകൽ മുതൽ റിസീവ് ചെയ്യൂ. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ സഹോദരൻ പസ്ബിജുമാൻ.